ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ 5 എണ്ണം. 5 കടമകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അതിലെ 1ാമത്തെ കടമയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം പറഞ്ഞാൽ സലാം മടക്കുക. സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം മടക്കൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം മടക്കണം. നമ്മുടെ ചിലര് മടക്കാറുമില്ല, ചിലര് പറയാറുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞാലല്ലേ മടക്ക, പറഞ്ഞാലല്ലേ മടക്ക. നമ്മൾ ആരും പറയാറില്ല സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് സലാം പറയുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ പിന്നെ പള്ളിക്കകത്ത് അടക്കാൻ വയ്യ. പിന്നെ പള്ളിക്കകത്തും ഒരു സ്ഥലത്തും സ്വഹാബത്തിന് നടക്കാൻ വയ്യ. എപ്പോഴും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, സലാം മാത്രമായി. സലാം പറയുന്ന ഒരു മനുഷ്യനും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞപ്പോ സഹാബത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തന്നെയുള്ളു പണി. അപ്പൊ അതിങ്ങനെ വലുതായപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും പറയേണ്ട കാര്യമില്ല. ഒന്ന് മറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഒന്ന് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ സഹാബത്ത് ഇപ്പുറത്ത് കാണും, ഒരു തൂണ് കറങ്ങി വന്നു, അടുത്ത് വെച്ച് അവിടെ അസ്സലാമു അലൈക്കും. ഇതാണ് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ. നമുക്കറിയില്ല ഈ സലാമിന്റെ പ്രതിഫലം. സലാം പറയുന്നവന് സ്വർഗമുണ്ടെന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.